എഴുതുന്നുണ്ട്. മലബാർ റബല്യൻ എന്ന ഹിച്ച്കോക്ക് ആ പുസ്തകത്തിൽ അത് എഴുതുന്നുണ്ട്. മലബാർ റബല്യനിൽ ഹിച്ച്കോക്കിന് പറയേണ്ടി വന്നു, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പിടിച്ചുകെട്ടാൻ കഴിവിന്റെ പരമാവധി ബ്രിട്ടൻ ശ്രമിക്കുകയാണ്. ബ്രിട്ടൻ ശ്രമിക്കുകയെന്ന് മാത്രമല്ല, ധാരാളം പ്രൊപ്പഗണ്ടകൾ, ധാരാളം പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഹൈന്ദവർക്കെതിരെ പോരാട്ടം നടത്തുന്നു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഇവിടെ നടത്തുന്നത് ലഹളയാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അനാവശ്യമായി മനുഷ്യരെ കൊല്ലുന്നു. പക്ഷെ ഒന്നും രക്ഷയില്ല എന്ന് മാത്രമല്ല, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പിടിക്കാൻ ധാരാളം ഒറ്റുകാരെ കൂടി സമുദായത്തിനകത്ത് നിന്ന് ബ്രിട്ടനുകാർ ഏർപ്പെടുത്തി. ഹിച്ച്കോക്ക് പറയാണ്. പക്ഷെ എന്നിട്ടും 6 മാസം തളച്ചിടാൻ കഴിഞ്ഞില്ല വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സമാന്തര രാഷ്ട്രം തീർത്തു എന്നതിനേക്കാൾ ബ്രിട്ടനെ മുട്ടുറപ്പിച്ചു എന്നുള്ളത് 30 രാജ്യങ്ങളിൽ ബ്രിട്ടന് സാധ്യമാകാത്ത, ഒരുപക്ഷെ ബ്രിട്ടൻ അത്രയൊക്കെ എതിർപ്പ് നേരിട്ടുണ്ടെങ്കിലും കേരളത്തിലെ മലബാറിൽ സമാന്തരമായ ഒരു രാഷ്ട്രം നിലമ്പൂർ ആസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹം രൂപീകരിക്കുകയാണ്. സെപ്റ്റംബർ 16 അദ്ദേഹം രൂപീകരിക്കുകയാണ്. 1921 സെപ്റ്റംബർ 16 രാഷ്ട്രപ്രഖ്യാപനം നടത്തുകയാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ചെയ്തത്. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒട്ടും സഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ബ്രിട്ടൻ നമ്മൾ മലപ്പുറത്തെ കുന്നുമലെത്തുന്നതിന് മുമ്പ് MSP നമ്മൾ കണ്ടിട്ടുണ്ടാവും. MSPയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഓർമ്മകളിൽ, മുസ്ലിം ചെറുപ്പത്തിന്റെ ഓർമ്മകളിൽ, മുസ്ലിം സമൂഹത്തിന്റെ ഓർമ്മകളിൽ MSP എന്തിനു വേണ്ടിയാണ്? മലബാർ സ്പെഷ്യൽ ഫോഴ്സ് എന്നത് മലബാർ സ്പെഷ്യൽ ഫോഴ്സ് എന്നായിരുന്നു, MSF എന്നായിരുന്നു അക്കാലത്ത് രൂപീകരിക്കപ്പെട്ടത്. എന്തിനു വേണ്ടിയാണ് MSF രൂപീകരിക്കപ്പെട്ടത്? MSF എന്നാൽ മലബാർ സ്പെഷ്യൽ ഫോഴ്സ് എന്ന പേരിൽ ഒരു പ്രത്യേക സേന രൂപീകരിച്ചു. ആ മലബാർ സ്പെഷ്യൽ ഫോഴ്സിന്റെ ഒരൊറ്റ ചുമതലയുള്ളൂ, വാര്യംകുന്നത്തിനെ പിടിക്കുക. വാര്യംകുന്നത്തിനെ പിടിക്കുക എന്നതിനു വേണ്ടി MSF രൂപീകരിക്കുകയും പിന്നീട് അത് MSP ആയി മാറുകയും ചെയ്യുകയാണ്. മലബാർ സ്പെഷ്യൽ പോലീസായി മാറുകയുമാണ്. അവിടെയും ഒരു ചോദ്യം മുസ്ലിം സമൂഹത്തിനും വിശേഷിച്ചും മലപ്പുറത്തിനും ചോദിക്കേണ്ടതുണ്ട്. ഒരു പ്രദേശത്തുമില്ലാത്ത സ്പെഷ്യൽ ഫോഴ്സ് എന്തിനാണ് മലബാറിൽ? മലപ്പുറത്തിന് മാത്രം പ്രത്യേകമായി അടക്കി ഭരിക്കേണ്ടുന്ന, പെട്ടെന്ന് സമാധാനം ഇല്ലാതായി പോകുന്ന എന്ത് ഘടകമാണ് മലപ്പുറം ജില്ലയിലും മാപ്പിളക്കും മുസ്ലിമിനും ഉള്ളത് എന്നതിന്റെ വലിയ ചോദ്യം കൂടി MSP ക്യാമ്പുകൾ ഇന്നും ബാക്കിയാക്കുന്നുണ്ട്. പ്രത്യേക ഫോഴ്സുകൾ, സ്പെഷ്യൽ ഫോഴ്സുകൾ കൊണ്ട് അടക്കി ഭരിക്കേണ്ടുന്ന ഒരു കൂട്ടരാണ് ഇവർ. ഇവർ വല്ലാത്ത തീവ്രതയുള്ളവരാണ്, ഇവരെ പ്രത്യേകം ഭരിക്കേണ്ടതുണ്ട് എന്നതിന്റെ ഒരു വലിയ രാഷ്ട്രീയം ആ MSPക്കകത്തും MSFനകത്തും ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞു വരുന്നൊരു കാര്യം, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ എന്നിട്ടും പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ അതിനൈപുണികമായ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ നേതൃപരമായ പങ്കിലും വാര്യംകുന്നത്തിനൊന്നും തൊടാൻ പോലും കഴിഞ്ഞില്ല. കാലുകാമിനടുത്തുള്ള ആ വലിയ കുന്നിന് മുകളിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും സംഘവും തമ്പടിക്കുകയാണ്. പക്ഷെ വാര്യംകുന്നത്ത് എവിടെ? വാര്യംകുന്നത്തിനെ എല്ലാ നിലക്കും നോക്കിയിട്ടും ഇവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഒടുക്കം ചതിപ്രയോഗത്തിലൂടെയാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ അവർ കൊല്ലാൻ തീരുമാനിക്കുന്നത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തുക്കളായ, അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ പുണ്യാലി ഹാജിയെ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിക്കുവാനും, അങ്ങനെ ചതിയിലൂടെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നിസ്കരിക്കാൻ പോകുന്ന സമയത്ത്, ജർമ്മൻ മെയ്ഡ് തോക്കുള്ള വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് ആ തോക്ക് പാറപ്പുറത്ത് വെച്ചതാണ്. വൊദുവെടുക്കാൻ പോകുന്ന സമയത്ത് വൊദുവെടുത്ത് അദ്ദേഹം നമസ്കരിക്കാൻ വരുമ്പോഴേക്കും പുറകിൽ നിന്ന് ചാടി സുബേദാർ പണിക്കറും ഗോപാലൻ മേനോനും അടക്കം, അതിനോടൊപ്പം MSF ഈ പറയുന്ന സ്പെഷ്യൽ ഫോഴ്സ് നേതൃത്വം കൊടുത്ത ബാറ്ററി എന്ന് പറയുന്ന റെജിമെന്റും കർഷക വേഷത്തിൽ മലയുടെ ഒരു ഭാഗത്ത് കൂടെ അവർ കടന്നു വന്നിരുന്നു. അങ്ങനെ കടന്നു വന്ന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പിടിച്ച് കയ്യും കാലും പിടിച്ച് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ തൊട്ടുതെറിപ്പിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന തുർക്കി മോതിരം, വളരെ വിലപിടിപ്പുള്ള, അദ്ദേഹത്തിന് തുർക്കിയോട് വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഖിലാഫത്ത് അവശേഷിക്കുന്ന ഒട്ടോമൻ ഖിലാഫത്തിലെ ഒട്ടോമൻ എംപയറുമായി ബന്ധപ്പെട്ട് വലിയ ഇഷ്ടം, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് ഉണ്ടായിരുന്നു. ആ മോതിരം ആ ഒരു പോലീസുകാരൻ പിടിച്ചു പറിക്കുകയും തുർക്കി തൊപ്പി തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ചെങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചിട്ട് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ നടത്തിക്കുകയാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കോട്ടക്കുന്ന് വരെ കെട്ടിവലിച്ച് നടത്തിക്കുന്നതാണ് ചരിത്രം. പലതരം അഭിപ്രായങ്ങൾ അതിലുണ്ട്. ഒരു വലിയ ഡ്രമ്മിൽ ആണി നിറച്ച് ആ ആണിയിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ഇട്ട് വെട്ടിക്കൊണ്ടുപോയി എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം ബ്രിട്ടന്റെ കലിപ്പ് തീരില്ല. ബ്രിട്ടന്റെ കലിപ്പ് തീരില്ല എന്നത് മുസ്ലിമിനോടുള്ള ഒന്നാമത്തേതും രണ്ടാമത്തേതും ബ്രിട്ടൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അടിയാണ് മലബാർ പ്രദേശത്ത് നിന്ന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ബ്രിട്ടന് നേരിടേണ്ടി വന്നത് എന്നതാണ്. അതുകൊണ്ട് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ അങ്ങനെ പിടിക്കുകയും ചതിയിലൂടെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കൊല ചെയ്യുവാൻ കോട്ടക്കുന്നിന്റെ ചെരുവിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. കോട്ടക്കുന്നിന്റെ ചെരുവിലും മുസ്ലിം ചെറുപ്പത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം
കോട്ടക്കുന്നിന്റെ ചരിത്രം, ഒരുപക്ഷെ മലപ്പുറത്തിന്റെ തന്നെ ചരിത്രം. എവിടെയാണ് മലപ്പുറത്ത് പോരാട്ടങ്ങളുടെ കബറും പോരാട്ടങ്ങളുടെ ശേഷിപ്പുകളും ഇല്ലാത്ത മലപ്പുറത്തിന്റെ ഏത് പ്രദേശമാണെന്ന് ആലോചിച്ചാൽ ഒരുപക്ഷെ വളരെ അപൂർവമായ മാത്രമാണ് മലപ്പുറം ജില്ലയിലടക്കം ഈ മാപ്പിള പോരാട്ടത്തിന്റെ, മുസ്ലിം പോരാട്ടത്തിന്റെ അവശേഷിപ്പുകളില്ലാത്തത്. പൂക്കോട്ടൂര് നടന്ന യുദ്ധത്തിൽ എത്ര കബറുകളാണ് കത്തിച്ചാമ്പലാക്കിയത്. മേൽമുറിയിൽ നടന്ന കൊലപാതകങ്ങളിൽ എത്ര കബറുകളാണ്. ഇങ്ങനെ മലപ്പുറം ജില്ലയിൽ തിരൂരും താനൂരും അടക്കം നിലമ്പൂര് കേന്ദ്രീകരിച്ച് കാളികാവ്, പാണ്ടിക്കാട്, വണ്ടൂര് ഇവിടെയൊക്കെ തന്നെയും മുസ്ലിം പോരാട്ടത്തിന്റെ വലിയ കഥ, തിളക്കമുള്ള പാരമ്പര്യം ഈ സ്ഥലങ്ങൾക്കൊക്കെ പറയാനുണ്ട്. ഈ സ്ഥലങ്ങൾക്കൊക്കെയും അത്രയും തിളക്കമുള്ള ഒരു പാരമ്പര്യം പറയാനുണ്ട്. ആ തിളക്കമുള്ള പാരമ്പര്യത്തെ ഓർമ്മപ്പെടുത്തുക, ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ ദൗത്യം കൂടിയാണ്. വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ധാരാളം റഷ്യൻ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നത് നമുക്ക് ഇന്നും കാണാൻ കഴിയും. വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ചൈനീസ് റവല്യൂഷന്റെ ആചാര്യനായ മാവോ സേതുങ് അടക്കം എടുത്ത് ഉദ്ധരിക്കുന്നത് നമുക്ക് ചരിത്രത്തിലും വർത്തമാനത്തിലും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങൾ, പലതരം പഠനങ്ങൾ വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് നടക്കുന്നു. പക്ഷേ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഓർമ്മയുടെ ഒരു പ്രശ്നം 1921 അതിൽ 6 മാസം നീണ്ടുനിന്ന വലിയ പോരാട്ടത്തിന്റെ കഥയാണ്. പക്ഷെ ഒരു ദിവസത്തിൽ ഒരു മഗ്‌രിബ് നമസ്കാരാനന്തരം നമ്മൾ നടത്തുന്ന ഈ ഓർമ്മയുടെ ഒരു വലിയ പരിമിതി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടും വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുമായി ബന്ധപ്പെട്ടുമുണ്ട്. കാരണം ഓർമ്മ ചുരുങ്ങുന്നിടത്താണ് ഫാഷിസം വളർന്ന് വികസിക്കുന്നത് എന്നതാണ്. ഓർമ്മ വളരെ ചുരുങ്ങിപ്പോകുന്നിടത്താണ് വലിയകുന്നത്തിനെ കുറിച്ചും മലബാർ സമരത്തെ കുറിച്ചും നമ്മളുടെ പോരാട്ട പാരമ്പര്യത്തെ കുറിച്ചും നമ്മളുടെ സ്മരണകൾ ചുരുങ്ങുന്നിടത്താണ് ഫാഷിസം വളർന്ന് വികസിക്കുന്നത് എന്നതാണ്. കഴിഞ്ഞ വർഷമാണ്, കുറഞ്ഞ കാലങ്ങൾക്ക് മുമ്പാണ് വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചുള്ള ഒരു വിവാദം കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ടത്. ഒരു സിനിമയെ ചൊല്ലി സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ചൊല്ലിയുള്ള വിവാദം അതൊരു സിനിമയെ ചൊല്ലിയുള്ള വിവാദമായിരുന്നില്ല. സിനിമയെ ചൊല്ലിയുള്ള വിവാദമായിരുന്നുവെങ്കിൽ സിനിമ ഇറങ്ങിയതിനു ശേഷം നടത്തുന്ന ധാരാളം ഡിബേറ്റുകൾ വ്യത്യസ്ത സിനിമകളെ കുറിച്ച് നമ്മൾ കണ്ടതാണ്. പക്ഷെ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടനിന്റെ ആധിപത്യത്തിനെതിരെ പോരാടിയ ഒരു പോരാളിയെയും സംഘപരിവാർ അംഗീകരിച്ചിട്ടില്ല. RSS അംഗീകരിക്കുകയുമില്ല. ആ RSS പരിവാർ ഒന്നടങ്കം വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കെതിരെ ധാരാളം വിമർശനങ്ങൾ തൊടുത്തുവിട്ടത് നമ്മൾ കണ്ടു. അതൊരു കൃത്രിമമായ സംവാദമായിരുന്നു. സിനിമയെ ചവിട്ടുപടിയാക്കിക്കൊണ്ട് RSSകാർ, സംഘപരിവാറുകാർ വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കെതിരെ ധാരാളം വിമർശനങ്ങൾ, ചാനൽ ചർച്ചകളിലടക്കം ബ്രിട്ടീഷ് രേഖകൾ എടുത്തുകൊണ്ടാണ് സംഘപരിവാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് രേഖകളിൽ വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ചട്ടമ്പിയായിരുന്നല്ലോ, ബ്രിട്ടീഷ് രേഖകളിൽ വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തെമ്മാടിയായിരുന്നല്ലോ എന്നാണ് RSS കേന്ദ്രങ്ങളിൽ നിന്ന് പറഞ്ഞത്. RSSകാർക്ക് ബ്രിട്ടനോടുള്ള ഇഷ്ടം, അതല്ലെങ്കിൽ ആധിപത്യം ഉറപ്പിക്കുവാൻ ഇവിടേക്ക് വന്ന ബ്രിട്ടനോടുള്ള RSSന്റെ ചായ്വ്, അത് ഷോണക്കി അവർ തെളിയിച്ച RSSന്റെ ആ ചായ്വ് അവർ തുടർന്നും കൊണ്ടേയിരിക്കുന്നു. ഹിച്ച്കോക്കിന്റെ പ്രതിമ നമ്മൾ പൊളിച്ചതാണ്. ഹിച്ച്കോക്കിന്റെ പ്രതിമ അത് നമ്മൾ വള്ളുവങ്കത്തുള്ള ഹിച്ച്കോക്കിന്റെ പ്രതിമ നമ്മൾ പൊളിച്ചു. പക്ഷേ ഹിച്ച്കോക്കിന്റെ പ്രതിമ പൊളിക്കുമ്പോൾ തന്നെ ബ്രിട്ടൻ ഉത്പാദിപ്പിച്ച ധാരാളം നുണകളുണ്ട്, ബ്രിട്ടൻ ഉത്പാദിപ്പിച്ച ധാരാളം വ്യാജ പ്രചാരണങ്ങളുണ്ട്. അത് പൊളിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ നുണപ്രചാരണങ്ങളെ പ്രതി സംഘപരിവാർ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വലിയകുന്നത്ത് വർഗീയവാദിയാണോ, വലിയകുന്നത്ത് മതേതരനാണോ, വലിയകുന്നത്ത് നടത്തിയത് മതസമരമാണോ എന്ന ചോദ്യങ്ങൾ ഇങ്ങനെ നിരന്തരം കൊടുക്കപ്പെടുകയും മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് അല്ല വലിയകുന്നത്ത് വർഗീയവാദി ആയിരുന്നില്ല, വലിയകുന്നത്ത് മതേതരനായിരുന്നു, ഇങ്ങനെ അവർ ചോദിക്കുകയും നമ്മൾ ഉത്തരം പറയുകയും ചെയ്യുന്ന ചരിത്രത്തിൽ നമ്മൾ അവരുടെ സബ്ജക്റ്റ് ആകുന്ന ഒരു പ്രശ്നം മുസ്ലിം പ്രതികരണങ്ങളിൽ ഉണ്ട് എന്നും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ സംഘപരിവാർ ആരെയാണ് വർഗീയവാദിയാക്കാത്തത്, അതല്ലെങ്കിൽ മുസ്ലിം പക്ഷത്തുള്ള ഏത് പോരാട്ടത്തിനാണ് വർഗീയവാദമെന്നും ഭീകരവാദമെന്നും തീവ്രവാദമെന്നും കിട്ടാത്തത് എന്ന് നിങ്ങൾ ആലോചിക്കുന്ന പക്ഷം അതിനൊരു ഉത്തരമുണ്ട്. യൂറോപ്പ് ഉത്പാദിപ്പിച്ച ഒരു ചരിത്ര രചനയെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടി വരും. യൂറോപ്പ് ഉത്പാദിപ്പിച്ച ചരിത്ര രചനയിൽ ആരൊക്കെയാണ് ഭീകരവാദികൾ എന്ന് നിങ്ങൾ നോക്കിയാൽ അത് ലിബിയയിലെ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഉമർ മുഖ്താറിനെ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. ഉമർ മുഖ്താർ
മാത്രമല്ല ലിബിയയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇറ്റലിക്കെതിരെ പടനയിച്ച പണ്ഡിതനായ സനൂസി പ്രസ്ഥാനത്തിന്റെ ആചാര്യനാണ് ഉമർ മുഖ്താർ. ഉമർ മുഖ്താർ ആരാണ്? ഉമർ മുഖ്താർ തീവ്രവാദിയാണ്. ഉമർ മുഖ്താർ ഭീകരവാദിയാണ്. ആൾക്ക് യൂറോപ്പ് എഴുതിയ ചരിത്രത്തിൽ ഇനിയും നമ്മൾ മുന്നോട്ട് പോയത് അബ്ദുൽ ഖാദർ അൽ ജസാഇരിയെ കുറിച്ച് നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചു നോക്കൂ. മുസ്ലിം പക്ഷത്തുള്ള അൾജീരിയക്കാരനായ പണ്ഡിതനായ പോരാളിയായ അബ്ദുൽ ഖാദർ അൽ ജസാഇരിയും തീവ്രവാദിയാണ്. അബ്ദുൽ ഖാദർ അൽ ജസാഇരി മാത്രമല്ല ആലി മുസ്ലിയാരിനെ കുറിച്ച് ചരിത്രത്തിൽ എഴുതപ്പെടുന്നത് ഇവിടത്തെ ഒരു ഓറിയന്റലിസ്റ്റ് ചരിത്രത്തിൽ അത് വളരെ കൃത്യമാണ്. എന്തുകൊണ്ട് ചരിത്രത്തിൽ ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ് ഇവിടെ ചരിത്രം എഴുതിയത് എന്ന് കൂടി നമുക്ക് പഠിക്കേണ്ടി വരും. ഒന്നാമതായി ഇന്ത്യയിൽ ചരിത്രം എഴുതപ്പെടുന്നത് കൊളോണിയൽ ചരിത്ര രചനയാണ്. കൊളോണിയൽ ചരിത്ര രചനയാണ്. ആ കൊളോണിയൽ ചരിത്ര രചന നടക്കുന്നത് കൊണ്ട് തന്നെ ആ കൊളോണിയലിസ്റ്റുകൾ അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ചരിത്രം എഴുതുക. അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചരിത്രം എഴുതിയാൽ അവർക്ക് പിടിക്കാത്തവർ അവരെല്ലാം നിലക്കും അവഹേളിക്കും, അവരെല്ലാം നിലക്കും ആക്ഷേപിക്കും, അവർ ഭീകരവാദിയാക്കും, അവരെ തീവ്രവാദിയാക്കും. അത് യൂറോപ്പ് ഉത്പാദിപ്പിച്ചെടുത്ത ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിനകത്തേക്ക് ഇവിടുത്തെ സംഘപരിവാറിന് ഉപയോഗപ്പെടുത്താൻ കഴിയും വിധം ഒരു ചരിത്ര രചന ഇവിടെ നടന്നിട്ടുണ്ട്. ആ ചരിത്ര രചനയിലൂടെ സംഘപരിവാറിനെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ചുകൊണ്ടാണ് വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ആ കെട്ടിവലിച്ച് കൊട്ടക്കുന്നിന്റെ ചെരുവിലേക്ക് കൊണ്ടുപോയത്. കൊട്ടക്കുന്നിന്റെ ചെരുവിലേക്ക് വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കൊണ്ടുപോകുന്നതിന്റെ വളരെ ത്രസിപ്പിക്കുന്ന ഒരു ചരിത്രം കൂടി വിശേഷിച്ചും നമ്മൾ നിരന്തരം ഓർമ്മിക്കേണ്ടതുണ്ട്. വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മരണത്തെ കുറിച്ചാണ് സംസാരിച്ചത്. മരണത്തെ കുറിച്ചാണ് ഓപ്ഷൻ ചോദിച്ചത്. മരണത്തെ കുറിച്ച് ഓപ്ഷൻ ചോദിച്ചത് മാത്രമല്ല, 2-3 നിമിഷത്തിനകം വെടിയേറ്റ് മരിക്കാൻ വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തയ്യാറാണ്. പക്ഷെ ഒട്ടും ഒരൽപ്പം പോലും ഭയമില്ലെന്ന് മാത്രമല്ല, ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ചങ്ങലകൾ കൊണ്ട് വിട്ടുവെക്കുമ്പോഴും തല താഴ്ത്താതെ തല ഉയർത്തിക്കൊണ്ട് തന്നെ വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആ വലിച്ചു കൊണ്ടുപോകുമ്പോഴും വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നടന്നു എന്നാണ്. കുറച്ച് നിമിഷം കഴിഞ്ഞ് വെടിവെച്ച് കൊല്ലും. വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞു കെട്ടം കഴിച്ചിരിക്കുക. കാരണം ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയില്ല. മരണം എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ പ്രശ്നവും പേടിയുമാണ്. വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മരണത്തെ കുറിച്ചാണ് ഓപ്ഷൻ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസദാർഢ്യത്തിന്റെ അത്യുജ്വലമായ മാതൃക വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവിടെ തെളിയിക്കുകയാണ്. വളരെ അസാമാന്യമായ ക്ഷമയും ധീരതയോടും കൂടി മരണത്തെ കുറിച്ച് വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സംസാരിക്കുകയാണ്. എന്റെ കണ്ണ് നിങ്ങൾ കെട്ടഴിച്ചോ, മുമ്പിൽ നിന്ന് വെടിവെക്ക്, മുമ്പിൽ നിന്ന് വെടിവെച്ചോ, ഞാൻ മരിക്കാണ്, മരണം എന്തോ വലിയൊരു പ്രശ്നമല്ല. വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വിശ്വാസത്തിന്റെ മെക്കാനിസം കൊണ്ട്, ഈമാനിന്റെ മെക്കാനിസം കൊണ്ട് എപ്രകാരമാണ് സാമ്രാജ്യത്തെ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൽ തെല്ലും ഭയമില്ലാതെ ഈമാനിന്റെ ഒറ്റക്കെടുത്തുകൊണ്ട് വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മരണത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. ഒരുപക്ഷെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ ചെഗുവേരയുടെ കൊല്ലാൻ പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന് പറയാം. കൊല്ലാൻ പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്നതും മരണത്തിന്റെ സന്ദർഭത്തിൽ പറഞ്ഞൊരു വാചകമല്ല. പക്ഷെ വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി 2-3 നിമിഷത്തിനകം മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വളരെ സിമ്പിളായി മരണത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ വന്നു എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് ശത്രുവിനെ പഠിപ്പിക്കുകയാണ്. അത് വളരെ ഷാർപ്പുള്ള, വളരെ മൂർച്ചയുള്ള സാമ്രാജ്യത്തെ വിരുദ്ധ പ്രഖ്യാപനമാണ്. ഹിച്ച്കോക്ക് പോലും പദവി, ഹിച്ച്കോക്ക് മാത്രമല്ല കേണൽ ഹംഫ്രി എന്ന് പറയുന്ന ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട, വലിയകുന്നത്തിന് പിടിക്കാൻ വേണ്ടി വേറൊരു നാട്ടിൽ നിന്ന് മുപ്പരെ കൊണ്ട് കൊണ്ടുവന്നതാണ്. കാരണം വലിയകുന്നത്തിന് കിട്ടണമെങ്കിൽ പ്രത്യേകമായ ഫോഴ്സ് രൂപീകരിച്ച് കേണൽ ഹംഫ്രി അടക്കമുള്ളവരാണ്. സാധാരണയുള്ള ഹിച്ച്കോക്കിന്റെ നേക്കിലൊന്നും മൂപ്പരെ കൊണ്ട് കിട്ടുന്നില്ല. അങ്ങനെ കേണൽ ഹംഫ്രിയും ഇവർക്ക് പിടിച്ചു കൊല്ലുകയാണ്, തീരുകയാണെന്നൊക്കെ വിചാരിച്ചപ്പോഴും നിഷ്പ്രഭമാക്കിയില്ല വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. എന്ത് നിങ്ങൾ വെടിവെച്ച് കൊല്ലോ? ഒന്നോ കൊല്ലും, പക്ഷെ ഇങ്ങനെ കൊല്ലണം. ഇതിൽ പരം അവരെ ചൂടിപ്പിക്കാൻ എങ്ങനെ കഴിയും? അത് ഈമാനിന്റെ മെക്കാനിസം കൊണ്ട് വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് സാധിച്ചു എന്നുള്ളതാണ്. വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് ഈമാനിന്റെ ഈ കരുത്തുകൊണ്ട് അത് സാധിച്ചു എന്ന് മാത്രമല്ല, എന്താണ് നിങ്ങളുടെ അഭിലാഷം എന്ന് ചോദിക്കുമ്പോൾ അന്തസ്സുള്ള മരണം എന്ന് വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അതിന് മറുപടി പറയുകയാണ്. വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഈ ഈമാനിനെ ഒന്നാമതായും രണ്ടാമതായും വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഈ ഷഹാദത്തിനെ അദ്ദേഹം ഉച്ചരിച്ച കലിമത്ത് തൗഹീദിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് സാധ്യമാക്കുന്നത്. ഈ പോരാട്ടത്തിന് അദ്ദേഹം നിർബന്ധിതനാകുന്നത് ഒരാളുടെയും അടിമത്തത്തിന്, അല്ലാഹുവിന്റെ അല്ലാത്തൊരു അടിമത്തത്തിനും ഞാൻ തയ്യാറാവില്ല എന്ന കലിമത്ത് തൗഹീദിന്റെ തന്നെ താല്പര്യമാണ് വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പോരാട്ടം എന്ന് പറയുന്നത്. ആ വലിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പോരാട്ടം മാത്രമല്ല, സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളുടെ ഫത്വ വളരെ പ്രസിദ്ധമാണ്.
സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങൾ കൊടുക്കുന്ന ഫത്വ എന്താണ്? സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങൾ കൊടുക്കുന്ന ഫത്വ തിരുമേനി എന്ന് പറയരുത്, അടിയൻ എന്ന് പറയരുത്, ഉച്ചിഷ്ടം ഭക്ഷിക്കരുത്, നിവർന്നു നിൽക്കണം, ആത്മാഭിമാനം കൈവരിക്കരുത് എന്ന് തുടങ്ങി ധാരാളം ഫത്വകൾ, ആത്മാഭിമാനത്തിന്റെയും ധൈര്യം പകർന്നു കൊടുക്കുന്ന ഫത്വകൾ സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങൾ ഫത്വ കൊടുക്കുകയാണ്. ആ സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങളെയാണ് ബ്രിട്ടൻ നാടുകടത്തിയത്. പിന്നീട് നിങ്ങൾ ചരിത്രത്തിന്റെ വികാസം പരിശോധിച്ചാൽ നിങ്ങൾക്ക് അവരുയർത്തിവിട്ട കേരളത്തിന്റെ സാമൂഹ്യ നിർമ്മിതിയിൽ മമ്പ്രത്തന്മാരും വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും അടക്കമുള്ള പണ്ഡിത നേതൃത്വങ്ങൾ ഉയർത്തിവിട്ട ആ അലയൊലികൾ പിന്നീട് എവിടെയാണ് പ്രതിഫലിച്ചത് എന്നാലോചിച്ചാൽ അതിന് നിങ്ങൾ കുറച്ചുകൂടി ചരിത്രത്തിൽ മുന്നോട്ട് പോയാൽ 1929 നമ്പൂതിരി യുവജന സംഘം എന്ന് പറഞ്ഞ ഇവിടുത്തെ സവർണന്മാരെ രൂപീകരിച്ച മറ്റൊരു സംഘടനയുണ്ട്. നമ്പൂതിരിമാരുടെ യുവജന സംഘമാണ്. അവർ നവോത്ഥാനത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. അവർ സംസാരിച്ചത് എന്താണെന്നറിയോ? അവർ രൂപീകരിച്ചത്, അവരുടെ പ്രധാനപ്പെട്ട ക്യാപ്ഷൻ തിരുമേനി എന്ന് വിളിക്കരുത്, തമ്പ്രാൻ എന്ന് വിളിക്കരുത്, അടിയൻ എന്ന് പറഞ്ഞ് വിളിഞ്ഞു നിൽക്കരുത്, മനുഷ്യന്മാരെല്ലാവരും ഒന്നാണ് എന്ന് പറഞ്ഞ് നമ്പൂതിരിമാരെ പരിഷ്കരിക്കാനുള്ള ഒരു വിഫല ശ്രമം നമ്പൂതിരി യുവജന സംഘം നടത്തി. അവർക്ക് ആ മുദ്രാവാക്യം നിർണയിച്ചു കൊടുത്തത് 1920കളിലെ മമ്പുറം തങ്ങന്മാരും സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങളടക്കമാണ്. ഇവരുയർത്തിവിട്ട ആ സമരത്തിന്റെ ഈ മുദ്രാവാക്യത്തിന്റെ പ്രതിധ്വനികൾ പിന്നീട് നമുക്ക് കാണാൻ കഴിയും. 1938 കർഷക സംഘം അവതരിപ്പിച്ച പ്രമേയം കേരള ചരിത്രത്തിലുണ്ട്. കർഷക സംഘം അവതരിപ്പിച്ച പ്രമേയത്തിൽ തമ്പ്രാൻ എന്ന് വിളിക്കില്ല, പാളയക്കഞ്ഞി കുടിക്കില്ല എന്ന് 1938 ഈ കർഷക സംഘത്തിന് വിളിക്കാൻ അങ്ങനെ മുദ്രാവാക്യത്തിലേക്ക് കേരള സമൂഹത്തെ നയിച്ചത് ഈ പറഞ്ഞ പണ്ഡിത നേതൃത്വമാണ്. ഇവർ നടത്തിയ സമര പോരാട്ടമാണ്. ഈ സമര പോരാട്ടത്തിലൂടെ കേരളത്തിന്റെ സാമൂഹ്യ നിർമ്മിതി തന്നെ നടന്നുള്ളതാണ്. ഇത് മുഴുവൻ നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഇപ്പറഞ്ഞ കേരളത്തിൽ മുസ്ലിമിനെ കൂട്ടാതെ, ഇസ്ലാമിനെ കൂട്ടാതെ നവോത്ഥാന മതിലിനെ കുറിച്ച്, ഇസ്ലാമിന് എവിടെയാണ് ഇന്ത്യയിൽ സ്ഥാനമെന്നും മുസ്ലിമിന്റെ പൗരത്വത്തെ കുറിച്ച് കൂടി ചോദിക്കുന്ന ഒരു കാലത്ത് മുസ്ലിം നിർമ്മിച്ച ഒരു രാഷ്ട്രത്തിൽ, ഇസ്ലാം നിർമ്മിച്ച ഒരു രാജ്യത്ത്, ഇസ്ലാം പങ്കുവഹിച്ച ഒരു ദേശ നിർമ്മിതിയിൽ അതിന്റെ തന്നെ പിന്മുറക്കാരായ ഒരു കൂട്ടർ എന്നുള്ള നിലയിൽ തെല്ലൊന്നുമല്ല നമുക്ക് ആത്മാഭിമാനം ഉണ്ടാകേണ്ടത്. ആത്മാഭിമാന ധ്വംസകരായ ഒരു വർത്തമാനം പറയാത്ത വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജി, കമ്പളത്ത് ഗോവിന്ദൻ നായരുടെ കവിത, വടപ്പാട്ടുകൾ. ഈ കമ്പളത്ത് ഗോവിന്ദൻ നായരുടെ കവിത വളരെ പ്രശസ്തമാണ്. ആ കവിത പോലും മുസ്ലിം ചെറുപ്പമടക്കം നമ്മളാരും ആ കവിതയെ കുറിച്ചോ ആ കവിതയുടെ പ്രമേയത്തെ കുറിച്ചോ, ആ കവിതയുടെ മുഖ്യ പ്രമേയം വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജിയാണ്. ഈ വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ കുറിച്ച് കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയ കവിതയിൽ സമരത്തിന്റെ ലക്ഷ്യം 2 വരികളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കുകയില്ല എന്നതാണ് ഹേതു. ഏറ്റുമുട്ടുവാൻ എന്തിനാണ് പെട്ടെന്നെതിരെ ഏറ്റുമുട്ടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാർക്ക് കൊടുത്ത് അങ്ങനെ നമ്മളിൽ നിന്ന് താഴ്ന്ന് വിനീത വിധേയരായി മാപ്പുസാക്ഷ്യത്തെ മനസ്സോടുകൂടി കീഴടങ്ങി നിൽക്കുവാൻ തയ്യാറില്ല എന്ന ജന്മിത്വത്തിനെതിരെയുള്ള പോരാട്ടം, സവർണതയ്ക്കെതിരെയുള്ള പോരാട്ടം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ഇന്ന് ജാതിയില്ല, ജാതിയുണ്ട്, ജാതി ദുരഭിമാന കൊലകൾ നടക്കുന്ന ഒരു കേരളത്തിൽ ആരാണ് കേരളത്തിലെ കുമ്പിൾ കഞ്ഞി സംവിധാനം നിർത്തലാക്കിയത്? പാടത്ത് കഞ്ഞി കുമ്പിളിൽ തന്നെ, തോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ പാടത്തെ കുഴിയിൽ തന്നെ കഞ്ഞി വിതറിക്കൊണ്ട് ആ കഞ്ഞി കിട്ടുന്നത് എടുത്ത് ഉച്ചിഷ്ടം ഭക്ഷിച്ചിട്ടാണ് ഇവിടത്തെ കർഷകർ കഴിഞ്ഞിരുന്നത്, കുടിയാന്മാർ കഴിഞ്ഞിരുന്നത്. അതിന് നടത്തി വരുത്തിയതാര? വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജി വലിയ ചെമ്പട്ടിയിൽ കഞ്ഞി വെച്ച് ജന്മിയായ വാര്യകുന്നത്ത് പാടത്തേക്ക് ഇറങ്ങി ഓരോ കർഷകരും കുനിഞ്ഞു നിന്ന് അദ്ദേഹം കഞ്ഞി വിളമ്പി കൊടുക്കുകയാണ്. ആരാണ് ഈ കോരണി കഞ്ഞി മുമ്പിൽ തന്നെ കേരളത്തിൽ ഈ ജാതിയടിസ്ഥാനമായ വ്യവസ്ഥയെ തന്നെ പൊളിച്ചത്? അതിന്റെ ആ സ്ട്രക്ചറിനെ തന്നെ ഇല്ലായ്മ ചെയ്തത് വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജിയാണ്. അതുകൊണ്ട് കേരളത്തിന്റെ സാമൂഹ്യ നിർമ്മിതിയിൽ വലിയ പങ്ക് വഹിച്ച ഒരു പാരമ്പര്യം മുസ്ലിം സമൂഹത്തിലുണ്ട്. ആ മുസ്ലിം സമൂഹത്തിന്റെ കൂടെ തന്നെയാണ് നിങ്ങൾ ആലോചിച്ചു. വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ കൂടെ ആരാണുള്ളത്? 17% മുസ്ലിങ്ങൾ അല്ലാത്ത സഹോദരങ്ങളാണ്, അമുസ്ലിം സഹോദരങ്ങളാണ്. അവരെങ്ങനെയാണ് ഈ കൂട്ടത്തിൽ വന്നത്? സൂറത്തുൽ തൗബയിൽ 24-ാം സൂക്തം എന്ന സൂക്തം ഓതി പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അവർ ഈ സമരത്തിൽ വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ ഒപ്പം ചേരുന്നതെന്ന ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജി നടത്തിയത് ആ സമരം, ആ പോരാട്ടം, അത് തീർത്തും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, കലിമത്തു തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജി നടത്തിയ പോരാട്ടത്തിൽ ഇന്നാട്ടിലെ സകല മനുഷ്യന്മാരും, പോരാടുന്ന സകല മനുഷ്യന്മാരുണ്ടായിരുന്നു. വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ആർത്തട്ട വിളിച്ച് ആർത്തട്ടഹസിച്ച് കരയുന്ന ധാരാളം സ്ത്രീകളെ ചരിത്രത്തിൽ പരാമർശിച്ചു.
പരാമർശിക്കപ്പെടുന്നുണ്ട്. ആ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചാണ് ഹിച്ച്കോക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. അവസാനത്തിൽ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴെങ്കിലും ഈ മനുഷ്യനൊന്ന് തലതായിട്ട് പേടിച്ച് മാപ്പെഴുതി കൊടുത്തേക്കും എന്ന് ബ്രിട്ടൻ സ്വാഭാവികമായും സംശയിച്ചിരുന്നു. പക്ഷെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വളരെ ധൈര്യത്തോടുകൂടി അവരോട് പറയാണ്, നിങ്ങൾ എന്നോട് ചതിപ്രയോഗത്തിലൂടെ നിങ്ങൾ എന്നെ കീഴ്പ്പെടുത്തിയത്, നേർക്ക് നേരെ വന്ന് മുട്ടിയിട്ട് നിങ്ങൾ എന്നെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ രണ്ടാമതായി ചെയ്തത് എന്നെ മക്കയിലേക്ക് നാട് കടത്തും, നിങ്ങൾ എന്നോട് നിർത്തി നിന്നാൽ നിങ്ങൾ മക്കയിലേക്ക് എന്നെ നാട് കടത്തും, കൊല്ലൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ചതിപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ നോക്കി. മക്ക എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഈ ഭൂമിയിൽ ഇവിടെയാണ് ഞാൻ ജനിച്ചത്, ഈ മണ്ണാണ് എനിക്കിഷ്ടം. ഈ മണ്ണിൽ കണ്ണു തുറന്ന് ആകാശത്തെ ഏഴാകാശത്തെ സാക്ഷിയാക്കിക്കൊണ്ട് മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞപ്പോ ഹിച്ച്കോക്ക് പറയുന്ന ഒരു ഡയലോഗ് വളരെ പ്രശസ്തമാണ്. വാട്ട് എ ബ്രേവ് മാപ്പിള. ഈ മാപ്പിളമാർക്ക് എങ്ങനെയാണ് ഇത്ര ധൈര്യം? വാട്ട് എ ബ്രേവ് മാപ്പിള സോൾജിയർ എന്നാണ് ഹിച്ച്കോക്ക് അതിനെ കുറിച്ച് പറയുന്നത്. മാപ്പിളമാർക്ക് എവിടുന്നാണ് ഇത്ര ധൈര്യം? മുസ്ലിമിൽ എവിടുന്നാണ് ഇത്ര ഊർജം? കാരണം അവർ കരുതുന്ന അവരുടെ മാനദണ്ഡങ്ങൾക്ക് അപ്പുറത്താണ് ഇവരുടെ ഊർജവും ധൈര്യവും. ആ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ധൈര്യത്തെ കുറിച്ച് ഹിച്ച്കോക്ക് പോലും അത്ഭുതപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഭാര്യ മാറുമജുമ്മ കൂടി പോരാട്ടത്തിൽ ഉണ്ടായിരുന്നു. മേൽമുറിയിൽ നടന്ന അനേകം കബറുകൾ മേൽമുറിയിൽ ഇന്നും ചരിത്രം നമസ്കരിച്ച ധാരാളം കബറുകൾ മലപ്പുറം മേൽമുറിയിലുണ്ട്, പൂക്കോട്ടൂരുണ്ട്. ആ പൂക്കോട്ടൂരിലൊക്കെ തന്നെയും പൂക്കോട്ടൂരും മേൽമുറിയിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മുസ്ലിം ചെറുപ്പത്തിലെ ഉണ്ടാകേണ്ടുന്ന ആത്മാഭിമാനത്തെ കുറിച്ച് മലപ്പുറം ജില്ലയിലെ എല്ലാ പ്രദേശത്തും അരീക്കോടക്കം നിലമ്പൂർ ആസ്ഥാനമാക്കി വാര്യംകുന്നത്തിന്റെ ഈ തേരോട്ടം, മറ്റേ ഭാഗത്ത് തിരുവനന്തപുരം കൊണ്ടോട്ടിയും അടക്കം കിഴക്കൻ ഏറനാട് വാര്യംകുന്നത്ത് ഭരിക്കുമ്പോ അതിന്റെ മറുഭാഗം ആലിമുസ്ലിയാർ ഭരിക്കും. ഇവിടെ ഒക്കെ തന്നെയും മുസ്ലിം പോരാളികൾ, മാപ്പിള പോരാളികൾ ധാരാളം ഉണ്ടായിരുന്നു. ഈ മാപ്പിള പോരാളികളുടെ ധൈര്യത്തെ കുറിച്ചാണ് ബ്രിട്ടൻ പോലും അത്ഭുതപ്പെട്ടു പോയത്. ആ മാപ്പിള പോരാളികളുടെ ധൈര്യത്തിന്റെ തുടർച്ച ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ കോവിഡിന് മുമ്പ് CAA പ്രഖ്യാപിക്കപ്പെട്ട ഒരു കാലത്ത് ധാരാളം ഷഹീൻ ബാഗുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിപ്പടുക്കപ്പെട്ടിരുന്നു. ഷഹീൻ ബാഗുകൾ എവിടെയൊക്കെയാണ് കെട്ടിപ്പടുത്തുന്നതിന്റെ സ്ഥലം നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാപ്പിളമാരുടെ സമരം, മുസ്ലിമിന്റെ സമരത്തിന്റെ ഊർജം അത് ആരിലൊക്കെ ഉണ്ട് എന്നുള്ളത്. യോഗി ആദിത്യനാഥിന്റെ സാക്ഷാൽ യോഗി ആദിത്യനാഥിന്റെ UP-യിൽ ഒരു ഷഹീൻ ബാഗ് കെട്ടിപ്പടുത്തത് സ്ത്രീകളാണ്. UP-യിലെ സ്ത്രീകൾ കെട്ടിപ്പടുത്ത ഷഹീൻ ബാഗിൽ പോലീസുകാർ ചെയ്തൊരു പണി കമ്പിളി അവരുടെ കയ്യിലുള്ള പുതപ്പും കോട്ടും വാങ്ങി വെച്ചു. കാരണം അതിശൈത്യത്തിൽ ഈ സ്ത്രീകൾ പോയിക്കോളും എന്ന് പോലീസുകാർ കരുതി. പക്ഷേ ആ ശൈത്യത്തിലും പോലീസുകാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകൾ ആ ഷഹീൻ ബാഗിൽ അനുസ്യൂതമിരിക്കുകയാണ്. ഇന്ന ഒരു ഷഹീൻ ബാഗ് എവിടെയാണ്? അത് ഡൽഹിയുടെ നടുമുറ്റത്താണ്. അതിന് ആരാണ് നേതൃത്വം കൊടുക്കുന്നത്? 90 വയസ്സ് കഴിഞ്ഞ ദാദിമാർ, മുസ്ലിം വൃദ്ധരായ സ്ത്രീകൾ. അവർക്ക് എവിടെ നിന്നാണ് അതിനുള്ള ധൈര്യം? ആ ധൈര്യത്തെ കുറിച്ചാണ് ബ്രിട്ടൻ അധിപതിയായ ഈ ഹിച്ച്കോക്ക് പറഞ്ഞ വാട്ട് എ ബ്രേവ് മാപ്പിള സോൾജിയർ എന്നുള്ളത് വീണ്ടും ബ്രിട്ടൻ പറയേണ്ടി വരുന്നു. ചരിത്രത്തിൽ അത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ ദാദിമാർക്ക് ആരാണ് ധൈര്യം പകർന്നു കൊടുത്തത്? യോഗി ആദിത്യനാഥിന് മുമ്പിൽ കിരാതനായ ഭരണാധികാരി, RSSനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനല്ല, ആ RSSകാർ നയിക്കുന്ന ഭരണകൂടത്തിനെതിരെ നിന്ന് പോരാടുവാൻ 90 വയസ്സ് പിന്നിട്ട ഈ വൃദ്ധർക്ക്, ഈ സ്ത്രീകൾക്ക് എവിടുന്നാണ് ഊർജം എന്നുള്ളത് ബ്രിട്ടന് തിരിയില്ല. പക്ഷെ വിശ്വാസികൾക്ക് മനസ്സിലാകും. ഇസ്ലാമിക ദർശനത്തിന്റെ കരുത്തിൽ വിശ്വാസത്തിന്റെ മെക്കാനിസം ഒന്നുകൊണ്ട് മാത്രം അവർ നടത്തുന്ന ഈ പോരാട്ടവും ഈ സമരവും വിശ്വാസികൾക്ക് മനസ്സിലാകും. ഈ വിശ്വാസത്തിന്റെ കരുത്തിൽ നിന്നുകൊണ്ടാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ധാരാളം സമര പോരാളികളും പോരാട്ടം നടത്തിയത്. മലബാർ കലാപത്തെ കുറിച്ച്, മലബാർ സമരത്തെ കുറിച്ച്, മലബാർ വിപ്ലവത്തെ കുറിച്ച് വളരെ ആവേശത്തോടുകൂടി ധാരാളമായി ഓർമ്മിക്കണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. അത് ഒരു മഗ്‌രിബ് നമസ്കാര ശേഷമുള്ള വളരെ ചുരുങ്ങിയ ഒരു ഓർമ്മ കൊണ്ട് കാര്യമില്ല. കാരണം 1921 എന്ന് പറഞ്ഞാൽ, മലബാർ സമരം എന്ന് പറഞ്ഞാൽ 6 മാസം നീണ്ടുന്ന വലിയൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ ചെറിയൊരു അനുഭവം പോലും ഈ ചുരുങ്ങിയ 45 മിനിറ്റ് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടില്ല. പക്ഷെ ആ ആത്മാഭിമാനം വളരെ വലുതാണ്. MSP കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടതുണ്ട്. ഈ സ്പെഷ്യൽ ഫോഴ്സ് രൂപീകരിക്കപ്പെട്ടത് വാര്യംകുന്നനെ പിടിക്കാൻ വേണ്ടിയായിരുന്നു. കിട്ടിയില്ല ബ്രിട്ടന്. ചതിയിലൂടെയാണ് അത് രൂപീകരിച്ചിട്ട് അവർക്ക് കിട്ടിയത്. കോട്ടക്കുട്ടിലേക്ക് പോകുമ്പോൾ ഓർമ്മ വരണം, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വെടിവെച്ചു കൊന്ന ഒരുപക്ഷെ ലോകത്ത് ആഘോഷിക്കപ്പെടുന്ന മറ്റേതൊരു നേതാക്കളെക്കാളും, ചെഗുവേരയെക്കാളും മരണത്തെക്കുറിച്ച് ആത്മാഭിമാനത്തോടുകൂടി, മരണത്തിന്റെ സന്ദർഭത്തിൽ പോലും ഒട്ടും ബ്രിട്ടനെ
വലിയകുന്നത്ത് കുഞ്ഞഹമ്മദാജി വെടിയേറ്റ് മരിച്ചത് അത് കൊട്ടക്കുന്ന് വെച്ചാണ്. കൊട്ടക്കുന്ന് വെച്ച് വെടിയേറ്റവും മാത്രമല്ലല്ലോ, തൊഴിലിനെ വെടിവെച്ചത് മാത്രമല്ല, അദ്ദേഹം ഭരിച്ച 276 ഗ്രാമങ്ങൾ, 276 വില്ലേജുകൾ അദ്ദേഹത്തിന്റെ സമാന്തര രാഷ്ട്രത്തിനുണ്ട്. ആ സമാന്തര രാഷ്ട്രത്തിന്റെ മുഴുവൻ രേഖകളും അവിടെ വെച്ച് തന്നെ കത്തിച്ചു കളഞ്ഞുള്ളതാണ് ബ്രിട്ടന്റെ ദേഷ്യം, ബ്രിട്ടന്റെ വിദ്വേഷം. കാരണം വലിയകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ അത്ര പകയുണ്ടായിരുന്നു. ആര്യ മുസ്ലിയാരുടെ ശരീരം പോലും വിട്ടുകൊടുത്തിരുന്നു. ആര്യ മുസ്ലിയാരുടെ ശരീരം പോലും കോയമ്പത്തൂരിലുള്ള മുസ്ലിം ഓർഗനൈസേഷൻ രൂപീകരിച്ച് നിങ്ങളൊരു സംഘടനയുടെ ഔദ്യോഗിക പത്രത്തിൽ എഴുതുന്നാൽ നിങ്ങൾക്ക് ആ ബോഡി വിട്ടുതരാം എന്ന് ബ്രിട്ടൻ പറഞ്ഞു. പക്ഷേ വലിയകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ ബോഡി പോലും വിട്ടുതരില്ല, കത്തിച്ചു കളഞ്ഞു. ഭക്ഷണം നിന്ന് കത്തി. ആ ബോഡി ഷഹാദത്ത് വരിച്ച ഷഹീദ് വലിയകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ ബോഡി അവർ കത്തിച്ചു, രേഖകൾ അവർ കത്തിച്ചു. ആ രേഖകൾ കത്തിച്ചു എന്ന് മാത്രമല്ല, വളരെ ധൈര്യത്തോടും കൂടി, ഒരുപക്ഷെ പറഞ്ഞാലൊന്നും ആ ധൈര്യത്തെ നമുക്ക് നിർണ്ണയിക്കാനോ വിവരിക്കാനോ കഴിയില്ല. ബ്രിട്ടൻ നടത്തിയ ആ കോടതി വിസ്താരം അവിടെ കോട്ടക്കുന്ന് വെച്ച് നടന്നു. ഇംഗ്ലീഷിൽ വലിയകുന്നത്ത് കുഞ്ഞഹമ്മദാജി മറുപടി പറയുകയാണ്. വലിയകുന്നത്ത് കുഞ്ഞഹമ്മദാജി ആത്മാഭിമാനത്തോടുകൂടി മറുപടി പറയുകയാണ്. അങ്ങനെ മറുപടി പറഞ്ഞ നിവർന്നു നിന്ന ചരിത്രം മുസ്ലിം പാരമ്പര്യത്തിലുണ്ട്. നിവർന്നു നിന്ന ചരിത്രമുണ്ടെന്ന് മാത്രമല്ല, ഒട്ടും പേടിയില്ലാതെ, മറ്റൊന്നിനെ ഭയപ്പെടാത്ത ഒരു ആദർശത്തിന്റെ കരുത്തോടുകൂടി ആ ചരിത്രത്തിൽ ആ പോരാട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ പോരാട്ടം വലിയ ഊർജമാണ്. ആ പോരാട്ടം വലിയ ഊർജമാണെന്ന് മാത്രമല്ല, വിശേഷിച്ചും വർത്തമാനകാലത്ത് മുസ്ലിം എത്ര സാധാരണക്കാരനായ മുസ്ലിം പോലും, വളരെ സാധുവായ ഒരു മുസ്ലിം പോലും വലിയ ടെററായി, വലിയ ഡേഞ്ചറസ് ആയി NIA പിടിച്ചുകൊണ്ടുപോകുന്ന മുസ്ലിം നാമധാരികളെ, അത് എറണാകുളത്ത് വെച്ച് പിടിക്കപ്പെട്ട പുറത്തേടിക്കാരൻ ഇതര സംസ്ഥാന തൊഴിലാളിയായ അവൻ മുസ്ലിം ആയതിന്റെ പേരിൽ മാത്രം അവൻ ടെററാകുന്ന, വളരെ ഡേഞ്ചറസ് ആകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിം ഉന്മൂലനത്തിന്റെ RSS അതിനു വേണ്ടി നോമ്പ് നോക്കി എല്ലാ ദിവസവും നാഥുറാം ഗോഡ്സെയുടെ ആ ചാരത്തെ ആദരിച്ചുകൊണ്ട് ഹിന്ദു രാഷ്ട്രം പണിയുവാൻ RSS പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് RSSനോട് ദേശസ്നേഹം പറഞ്ഞിട്ട് കാര്യമില്ല. RSSന്റെ ആരോപണങ്ങൾക്ക് ഞങ്ങൾ വർഗീയവാദികളല്ല, വലിയകുന്നത്ത് കുഞ്ഞഹമ്മദാജി വർഗീയവാദി ആയിരുന്നില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞു ആത്മസാക്ഷിത്വത്തിന്റെ ചരിത്ര വായനയുമായി ഇറങ്ങേണ്ടതുമില്ല. രേഖകൾ നമ്മൾ ചോദിച്ചാൽ ആ രേഖകളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതില്ല. കൂടുതൽ മുസ്ലിം പൈതൃകത്തെ കുറിച്ച്, ഇസ്ലാമിക രാജ്യത്ത് ഈ സമൂഹത്തിൽ നിർമ്മിച്ച, ഈ ദേശ നിർമ്മിതിയിൽ പങ്കുവഹിച്ച അതിന്റെ ചരിത്രത്തെ കുറിച്ച് ധാരാളമായി ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു വലിയ ചരിത്ര ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് വലിയകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ മലബാർ സമരത്തിൽ തന്നെ അതിന്റെ 100ാം വാർഷികം ആചരിക്കപ്പെടുന്ന 1921 2021 വർഷത്തിൽ വളരെ ആസൂത്രിതമായി സംഘപരിവാർ ഏതെല്ലാം നിലക്ക് വലിയകുന്നത്തിന്റെ ഒരു പ്രസൻസിനെ പോലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ വലിയകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ ധീരത നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് വലിയകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ മുസ്ലിം പോരാളികളെ, ഇസ്ലാമിക പക്ഷത്ത് നിലയുറപ്പിച്ച പണ്ഡിത പോരാളികളെ നമ്മൾ ആ നിലക്ക് പഠിക്കുകയും അവരുടെ പോരാട്ടത്തിന് അവർക്ക് ഊർജം കൊടുത്ത ചരിത്രത്തെ ആ നിലക്ക് തന്നെ വായിക്കാൻ നമ്മൾ തയ്യാറാകണം. ചരിത്രം പല നിലക്ക് രചിക്കപ്പെട്ടിട്ടുണ്ട്. കൊളോണിയൽ ചരിത്ര രചന ഇവിടെയുണ്ട്, ഓറിയന്റലിസ്റ്റ് ചരിത്ര രചന ഇവിടെയുണ്ട്. പക്ഷെ ഇസ്ലാമിക ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രത്തെ പുതിയ കാലത്ത് മുസ്ലിം ചെറുപ്പത്തിൽ നോക്കിക്കാണണം. ആ നിലക്ക് ഇവരുടെയൊക്കെ പോരാട്ടത്തിന്റെ ഒരു അടിത്തറയായി മാറിയ സിദ്ധാന്തത്തെ, ഇസ്ലാമിക ദർശനത്തെ ആ നിലക്ക് തന്നെ പഠിക്കുകയും ചരിത്രത്തെ ആ നിലക്ക് ഉൾക്കൊള്ളുകയും വളരെ ആത്മാഭിമാനത്തോടുകൂടി നിവർന്നു നിൽക്കാൻ സംഘപരിവാറിന് മുമ്പിൽ വളരെ ക്ഷമാപണ മനസ്സോടുകൂടി അല്ലാതെ അവരുന്നയിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും സബ്ജക്റ്റുകളായി മാറാതെ മറുചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രത്യാക്രമണ സ്വഭാവത്തിലുള്ള സംവാദങ്ങളും പ്രത്യാക്രമണ സ്വഭാവത്തിലുള്ള ഇടപെടലുകളും പ്രതിരോധത്തിൻ്റെതല്ല, മാപ്പുസാക്ഷ്യത്തിൻ്റെതല്ല, അത് രണ്ടും നമ്മുടെ പാരമ്പര്യവുമല്ല. ആ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ സമരത്തെ കുറിച്ച് നടത്തുന്ന ധാരാളം വിലയിരുത്തലുകൾ നടന്നതൊരു സമരമാണ്, അത് അന്ന് നടന്നൊരു സമരമാണ്. ആ സമരത്തെ കുറിച്ച് ഇന്ന് എന്നോട് ഇവിടെ നിന്ന് വിലയിരുത്തിയിട്ട് കുറച്ചൊക്കെ കലാപമായി പോയി, കുറച്ചൊക്കെ ലഹളയായി പോയി എന്ന് പറയാൻ, അത് അന്ന് നടന്നൊരു സമരത്തെ സമരമായി കാണാൻ, സമരമാണ് നടന്നത്. സമരത്തിന്റെ സ്വാഭാവികതകളിൽ പലതും സംഭവിച്ചിട്ടുണ്ടാകും. സമരത്തെയും അതിന്റെ ചരിത്രത്തെയും ഇസ്ലാമിക ദർശനത്തിൽ വായിക്കാനും ഈ പണ്ഡിത പോരാളികളെ കുറിച്ച് അതിൽ നിന്ന് ഊർജ്ജം സ്വീകരിക്കുവാനും പുതിയ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ നിലക്ക് മുസ്ലിം പോരാളികളെ കുറിച്ച്, പണ്ഡിത നേതൃത്വങ്ങളെ കുറിച്ച് പഠിക്കുകയും ഓർമ്മ പുതുക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.